السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ പരിശുദ്ധ സുബ്ഹി ജമാഅത്ത് നമ്മൾ സ്വീകരിക്കട്ടെ. قال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു അത്തഹൂറു ശത്രുൽ ഈമാൻ. അത്തഹൂറു വൃത്തിയാകുന്നത് ശത്രുൽ ഈമാൻ, അത് ഈമാനിന്റെ പകുതിയാണ്. ഈമാന്റെ പകുതിയാണ് വൃത്തി എന്നുള്ളത്. ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും വൃത്തിയിൽ ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. നമ്മുടെ പള്ളിയെണ്ണം ഓർത്തു നോക്കിയ പള്ളിയിലേക്ക് വരുമ്പോ നല്ലൊരു ഹൗദ്, ഒരു വെള്ളത്തിന്റെ കെട്ട്, അതുപോലെ തന്നെ പൈപ്പ് പദ്ധതികളൊക്കെ ഉണ്ട്. എന്താ വൃത്തിയിൽ പള്ളിയിലേക്ക് വരാൻ വേണ്ടി. കൊറോണ കാലത്തൊക്കെ പ്രത്യേകമായി പറഞ്ഞിരുന്നത് കയ്യും മുഖമൊക്കെ കഴുകാനാണ്. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ എങ്ങനെ വൃത്തിയോടെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിച്ചു. പരിശുദ്ധ ഇസ്ലാം എന്നെന്നും വളരെ മഹത്തമായി നിലനിൽക്കുന്നതാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു ഈ ദീനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിജയികൾ നമ്മളൊക്കെ പഠിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, വൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്കുണ്ടല്ലോ, അത് മീസാൻ എന്ന തുലാസ് നിറക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന വാക്ക് പറയാം, അത് വളരെ സന്തോഷം. അല്ലാഹു തആല ദുനിയാവിൽ നമുക്ക് അതുവഴി ഉയർച്ച നൽകും, ആഖിറത്തിൽ നൽകും. എന്തൊക്കെയുണ്ട്, സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് സുഖാണ്. അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. ഒരാൾ അള്ളാഹുവിന് അൽഹംദുലില്ലാഹ് പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അള്ളാഹു അവന്റെ അനുഗ്രഹം അവർക്ക് ഏറ്റി കൊടുക്കുന്ന. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന വാക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തംലആനി മാ ബൈനസ് സമാവാതി വൽ അർള്. സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്, അൽഹംദുലില്ലാഹ് എന്ന വാക്ക്, അത് ആകാശഭൂമികളെ നിറക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റല്ല, അൽഹംദുലില്ലാഹ് എന്ന ദിക്റല്ല, അത് നാക്കുകൊണ്ട് ഉച്ചരിക്കുന്നത് വളരെ ചെറിയതാണ്. നാക്കുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉച്ചരിക്കാൻ കഴിയും. പക്ഷേ അതിന് വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒഴിവുള്ള സമയമൊക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്റുകളൊക്കെ നമുക്ക് ചൊല്ലിയാൽ അത് വലിയ മുതൽക്കൂട്ടാകും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും മുത്തനബി ഹദീസിലൂടെ പഠിപ്പിച്ചു, വസ്സലാത്തു നൂർ. നിസ്കാരം എന്ന് പറയുന്നത് ഒരു പ്രകാശാണെന്നാണ്. നിസ്കാരം വെളിച്ചാണ്. നിസ്കാരം എന്നുള്ളത് വെളിച്ചാൽ നമ്മളിപ്പോ സുബഹി നിസ്കരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു വെളിച്ചവുമായ കടന്നു ചെല്ലുന്നത്, നിസ്കരിക്കുന്ന മനുഷ്യൻ വെളിച്ചത്തിന്റെ ഉടമയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിസ്കരിച്ചിട്ടില്ലെങ്കിലോ പിന്നെ ഇരുട്ടാ, ജീവിതം പറക്കത്തില്ല, നഷ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, അസ്സലാത്തു ഇമാദുദ്ദീൻ. നിസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ തൂണാണ്. ഫമൻ അഖാമഹ ഫഖദ് അഖാമദ്ദീൻ. ആരെങ്കിലും ആ നിസ്കാരം നിലനിർത്തിയാൽ അവൻ പരിശുദ്ധ ഇസ്ലാമിനെ നിലനിർത്തി എന്ന് മുഹമ്മദ് മുസ്തഫ. വമൻ തറക്കഹ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ ഫഖദ് ഹദമദ്ദീൻ, അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അവ നിസ്കാരം വലിയൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ വേണം. അത് വെളിച്ചമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എല്ലാ കാര്യങ്ങളും നമ്മൾ അത് രക്ഷപ്പെടുത്തുന്ന നിസ്കാരം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം മനുഷ്യനെ എല്ലാ തെറ്റുകളിൽ നിന്നും തടഞ്ഞു നിർത്തും. നമ്മുടെ മക്കൾക്കൊക്കെ 7 വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അവരെ അടിച്ചുകൊണ്ട് നിസ്കരിപ്പിക്കുക. അങ്ങനെ 15 വയസ്സാകണ സമയത്ത് ഈ വെളിച്ചം, ഈ പരിശുദ്ധമായ അല്ലാഹുവിനുള്ള ഈ ശുക്ർ, അത് എന്നെന്നും നമ്മളിൽ നമ്മുടെ മക്കളും നിലനിൽക്കണം. ആ വെളിച്ചക്കാരനായിട്ട് നമ്മുടെ മക്കൾ ഇരുട്ടുകളിലേക്ക് പോകൂല, ചീത്തയാവൂല. അല്ലാഹു തആല
നമ്മളെയും നമ്മുടെ കുടുംബത്തെയൊക്കെ നിസ്കാരം നിലനിർത്തുന്നവരിൽ പെടുത്തിത്തരട്ടെ. റസൂല് പറഞ്ഞു, വസദഖത്ത് ബുർഹാൻ, ദാനധർമ്മം എന്നുള്ളത് ലക്ഷ്യമാണ്. ദാനം നമുക്ക് മറ്റുള്ളവർക്ക് സദഖ ചെയ്യാം. അതിപ്പോ നമ്മൾ സമ്പത്ത് കൊടുത്താലും വേണ്ടില്ല, ഒരു നല്ല വാക്കും അത് ദാനമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒന്ന് പുഞ്ചിരിക്കൽ പോലും ദാനാണ്. ഇത് മറ്റുള്ള മുസ്ലിമിനെ കാണുമ്പോ നല്ല കാര്യത്തിൽ നിന്ന് ഒന്നിനെ നിസ്സാരമാക്കരുത്.